ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യം. ദാനിയേൽ 5:17. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരമുണർത്തിച്ചത്, ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, സമ്മാനങ്ങൾ മറ്റൊരുത്തന് കൊടുത്താലും എഴുത്ത് ഞാൻ രാജാവിനെ വായിച്ചു കേൾപ്പിച്ച് അർത്ഥം ബോധിപ്പിക്കാം. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്ത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവപുരുഷനായ ദാനിയേൽ. ഈ ദാനിയേൽ ഈജിപ്തിലായിരുന്ന കാലത്ത് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കൽദയ രാജാവായ ബേൽഷസറിന്റെ ഭരണകാലത്ത് ബേൽഷസർ ആ രാജവീതിയിൽ ആ ചുവരിൽ കണ്ട ഒരു എഴുത്താണ്. ആ എഴുത്ത് എന്താണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും ഒന്നും രാജാവിന് മനസ്സിലാകാത്തതുകൊണ്ട് ബേൽഷസർ രാജാവ് ദാനിയേലിനെ വിളിച്ച് അതിന്റെ അർത്ഥം ബോധിപ്പിക്കുവാൻ പറയുമ്പോൾ ദാനിയേൽ മുന്നോട്ട് വന്ന് ഈ അർത്ഥം, മറഞ്ഞിരിക്കുന്ന ഈ വാക്കുകളുടെ അർത്ഥം ദാനിയേൽ അത് ബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ കാണുന്നത് ദാനിയേലിലൂടെ ദൈവം ബേൽഷസർ രാജാവിന് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. നമ്മുടെ പിതാവായ ദൈവം, സ്വർഗസ്ഥനായ ദൈവം, ആ ദൈവം ഇന്ന് നമുക്ക് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. പല കാര്യങ്ങളും നമ്മൾക്ക് ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നതാണ്. എന്തു തന്നെ ആയെങ്കിലും അതിനെയൊക്കെ വെളിപ്പെടുത്തി തരുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. ഇവിടെ ദാനിയേലിന് മാത്രമേ ബേൽഷസർ രാജാവ് ചുവരിൽ കണ്ട ആ വാക്കുകളുടെ അർത്ഥം ബോധിപ്പിക്കുവാൻ കഴിയുന്നുള്ളൂ. കാരണം ദാനിയേൽ ആരാധിച്ചിരുന്നത് സത്യദൈവത്തെയായിരുന്നു. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തെയാണ് ദാനിയേൽ ആരാധിച്ചിരുന്നത്. അതുകൊണ്ട് ദാനിയേലിന്റെ അകത്തിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവായിരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രാജാവിന്റെ ഭാര്യമാരും അതുപോലെ കൂടെ ഉള്ളവരുമെല്ലാം ഒരു തെറ്റ് ദൈവത്തോട് ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. യെരുശലേമിലെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവത്തിന്റെ പൊൻവെള്ളിപ്പാത്രങ്ങളിൽ രാജാവും ഭാര്യമാരും കൂട്ടരുമെല്ലാം വീഞ്ഞു കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ ദൈവകോപം വെളിപ്പെട്ട് രാജാവിന് മുൻപിൽ ആ രാജവീതിയിൽ അല്ലെങ്കിൽ ആ രാജധാനിയിൽ തന്നെ അവിടുത്തെ ചുവരിൽ ഒരു കൈപ്പത്തി അല്ലെങ്കിൽ ഒരു കൈ വെളിപ്പെട്ട് ഒരു അർത്ഥം അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ചില വാക്കുകൾ അവിടെ എഴുതപ്പെടുന്നു. ഇത് കണ്ട് രാജാവ് പേടിക്കുകയാണ് ചെയ്യുന്നത്. ആ വാക്ക് ഇതായിരുന്നു, മേനെ മേനെ തെക്കേൽ ഊഫർസീൻ എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു അവിടെ എഴുതിയത്. ഇതിന്റെ അർത്ഥം ബോധിപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. രാജാവ് ആഭിചാരകന്മാരെയും കൽദയരെയും അതുപോലെ തന്നെ മന്ത്രവാദികളെ പോലെയുള്ളവരും വിദ്വാൻമാരെ പോലുള്ളവരും ഒക്കെ പല ആൾക്കാരെയൊക്കെ വിളിച്ചു നോക്കി. അവർക്കാർക്കും ഈ അർത്ഥം ബോധിപ്പിക്കുവാൻ കഴിയുന്നില്ല. കാരണം അവരൊന്നും ആരാധിച്ചത് സത്യദൈവത്തെ അല്ലായിരുന്നു. ഈ കൈപ്പത്തി എന്ന് പറയുന്നത് സത്യദൈവത്തിൻ്റെതായിരുന്നു. ദൈവം അയച്ച ആ കൈപ്പത്തി, അത് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കൈപ്പത്തി. ആ കൈപ്പത്തി കൊണ്ടെഴുതിയ അർത്ഥം ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ അതിനെ വിവേചിപ്പാനും അതിന്റെ അർത്ഥം പറയുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ദൈവമാണെന്നാണ് ഇവിടെ കാണുന്നത്. ദാനിയേലിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അവിടെ രാജാവിന്റെ ഭാര്യയ്ക്ക് തന്നെ അറിയാമായിരുന്നു. രാജാവിന്റെ ഭാര്യ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട്,
അവനിൽ ദേവന്മാരുടെ ആത്മാവുണ്ട്, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവാണ് അവനിൽ വസിക്കുന്നത്. അതാണ് ദാനിയേൽ എന്ന് പറയുന്നത്. ആ ദാനിയേലിന് മാത്രം അർത്ഥം ബോധിപ്പിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ആ സമയത്ത് ബേൽഷസ്സർ രാജാവ് അവിടെ കൊടുത്ത ഒരു വാഗ്ദാനമുണ്ട്. ഇത് അർത്ഥം ആരെങ്കിലും പറയുന്നെങ്കിൽ ആ പറയുന്ന വ്യക്തിക്ക് ധൂമ്ര വസ്ത്രവും അതുപോലെ തന്നെ പൊന്മാലയും രാജ്യത്തിലെ ഒരു 3-ാം സ്ഥാനവും നൽകി ബഹുമാനം കൊടുത്തു അവനെ ആദരിക്കും എന്നൊരു കൽപ്പന രാജാവ് പുറപ്പെടുവിച്ചു. അതുകൊണ്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദാനിയേൽ വന്ന് അതിന്റെ അർത്ഥം അവിടെ ബോധിപ്പിച്ചു കൊടുത്തു. ഈ ചുവരിലെ എഴുതപ്പെട്ടിരിക്കുന്ന ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ രാജാവിന്റെ രാജ്യത്വം എണ്ണി ആ സ്ഥാനത്ത് നിന്ന് നീക്കി, അതുപോലെ തന്നെ അവന്റെ രാജ്യം മേദ്യർക്കും പാർസികൾക്കും അവകാശമായി കൊടുക്കും എന്നുള്ള ഒരാന്തരിക അർത്ഥമാണ്. ആ അർത്ഥം ഇവിടെ ദാനിയേല് അർത്ഥം ബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ രാജാവ് തന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ബേൽഷസ്സറിന്റെ പിതാവായ നെബൂഖദ്നേസർ രാജാവ് പണ്ടുകാലത്ത് യെരുശലേമിന്റെ മന്ദിരത്തിലെ പൊൻപാത്രങ്ങൾ എടുത്തുകൊണ്ടുവന്നിരുന്നു. ആ മന്ദിരത്തിലെ പാത്രങ്ങളിലാണ് ബേൽഷസ്സർ രാജാവും കൂട്ടരും വീഞ്ഞു കുടിച്ചത്. അതാണ് ഈ രാജാവ് ചെയ്ത തെറ്റ്. ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് ദാനിയേൽ ഈ സംഭവം ചൂണ്ടിക്കാണിക്കുകയും അതുപോലെ തന്നെ ഇതിന്റെ അർത്ഥമൊക്കെയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ രാജാവ് കൽപ്പിച്ച് വാഗ്ദാനം ചെയ്തതുപോലെ ദാനിയേലിന് ധൂമ്രവസ്ത്രവും അതുപോലെ തന്നെ പൊന്മാലയും രാജ്യത്തെ 3-ാം സ്ഥാനവും കൊടുത്തു ദാനിയേലിനെ ബഹുമാനിച്ച് ആദരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഇവിടെ തരുന്ന ഒരു വലിയ സന്ദേശം, സ്വർഗസ്ഥനായ ദൈവം മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുന്നവനാണ്. ഇന്ന് നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ നിനക്ക് മനസ്സിലാകാത്ത മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുന്നവനാണ് ദൈവം. ദാനിയേലിൽ വസിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഇന്ന് നമ്മുടെ കാലത്ത് പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മളെ വഴി നടത്തും. നമുക്ക് അറിയാത്ത മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് തെളിയിക്കുന്ന ഒരു അധ്യായമാണിത്. അതുകൊണ്ട് ദാനിയേലിലുള്ള ദൈവത്തിന്റെ ശക്തി അർത്ഥങ്ങളെ വെളിപ്പെടുത്തി കൊടുത്ത് സ്വർഗസ്ഥനായ ദൈവം മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നവനാണ്. രാജാവ് തെറ്റു ചെയ്തതുകൊണ്ട്, ദൈവാലയത്തെ ബഹുമാനിക്കാത്തത് കൊണ്ട് അവന്റെ രാജ്യത്വം എടുത്തുമാറ്റി. അതുപോലെ തന്നെ അവന്റെ പ്രവർത്തികളെയും അവനെയും ഒരു ത്രാസിൽ തൂക്കി കുറവുള്ളവനായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ അർത്ഥം ദാനിയേൽ ബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് രാജാവ് ദൈവത്തെ ബഹുമാനിക്കാത്തത് കൊണ്ട് രാജാവിന് നാശം വന്നു ഭവിച്ചു. ദൈവത്തെയും ദൈവാലയത്തെയും ബഹുമാനിക്കാത്തവർക്ക് ചിലപ്പോൾ അതിനുള്ള ചില ശാപങ്ങളും നാശങ്ങളും ഉണ്ടായി എന്ന് വന്നേക്കാം എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ ആലയവും ദൈവത്തിന്റെ മന്ദിരമൊക്കെ ദൈവത്തെ ആരാധിക്കുവാനുള്ളതാണ്. യേശു പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാകുന്നു. അവിടെ കൂടിയിരുന്ന ചിലവരോട് പറയും, നിങ്ങളോ കള്ളന്മാരുടെ ഗുഹയാക്കി. ആ ആലയത്തിൽ ചിലർ വ്യാപാരം ചെയ്തു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ആലയങ്ങളെ ബഹുമാനിക്കണമെന്നൊരു വലിയ സന്ദേശമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ രാജാവ് ചെയ്ത തെറ്റ്, നെബൂഖദ്നേസർ രാജാവ് തന്റെ അപ്പനാണ്, തന്റെ പിതാവ് യെരുശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന പൊൻപാത്രങ്ങളിൽ ഈ രാജാവ് വീഞ്ഞു കുടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത് ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണ്. ദൈവത്തിന്റെ മന്ദിരത്തെ ബഹുമാനിക്കാത്തത് കൊണ്ട് അവന്റെ രാജ്യത്വം എണ്ണി അവനെ കുറവുള്ളവനാക്കി കണ്ടു ദൈവം. അതുകൊണ്ട് അവന്റെ ശിക്ഷ അവൻ തന്നെ ഏറ്റുവാങ്ങി. യേശു പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാകുന്നു, നിങ്ങളോ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞാൽ ദൈവാലയത്തെ ബഹുമാനിക്കണം.
ദൈവാലയത്തിലെ പൊൻപാത്രങ്ങളെയും മന്ദിരത്തിലെ കാര്യങ്ങളും എല്ലാ ദൈവമന്ദിരവും എല്ലാം മാനിക്കപ്പെട്ടതാണ്. ദൈവസന്നിധി മാനിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത് ദൈവിക മന്ദിരങ്ങളെ നമ്മൾ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്ന ഒരു ദൈവിക ദൂതെന്ന് പറയുന്നത്. മറ്റൊരു ദൈവിക ദൂതെന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നവനാണ് ദൈവം. അങ്ങനെ ദൈവാത്മാവ് വസിക്കുന്നു എങ്കിൽ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ആത്മീക ജ്ഞാനത്തെ വെളിപ്പെടുത്തി തരുവാൻ കഴിയും. അങ്ങനെ നമ്മളിൽ ദൈവാത്മാവ് വരുന്നു എങ്കിൽ, ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നു എങ്കിൽ നമുക്ക് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന് കഴിയും. അതുപോലെ തന്നെ ദാവീദിന് ലഭിക്കുന്നത് ദൈവം കൊടുക്കുന്ന ഒരു അംഗീകാരം, രാജ്യത്തിലെ 3-ാം സ്ഥാനവും അതുപോലെ തന്നെ ചില സമ്മാനങ്ങളും ദാനിയേലിന് ലഭിക്കുന്നു. നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവനെ ദൈവം മാനിക്കും. അതുകൊണ്ട് ദാനിയേലിൽ വസിച്ച ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം ദാനിയേലിനെ മാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. സ്വപ്നങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ദൈവം, ആ ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. ഇന്ന് നമ്മളുടെ ജീവിതത്തിനകത്ത് പല മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കാണും. എന്നാൽ ദൈവസന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നമ്മൾ പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ, ആ ദൈവം നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നതും കാണാൻ കഴിയാത്തതുമായ അനേക കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ ഈ ദൈവത്തിന് കഴിയും. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുന്നവനാണ് ദൈവം. ദാനിയേലിന്റെ ദൈവം സത്യദൈവം എന്ന് പറയുന്ന ഒരു ദൂതാണ് ഇവിടെ കാണുന്നത്. കൽദേർക്കും മന്ത്രവാദികൾക്കും ശൂദ്രപ്രയോഗം ചെയ്യുന്നവർക്കും ഒന്നും ഈ ചുവരെഴുത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. സത്യദൈവത്തിന് മാത്രമേ ഇതിന്റെ അർത്ഥം വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയതേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ കൈപ്പത്തിയുടെ ജ്ഞാനം അത് ദൈവത്തിന്റെ ആത്മാവുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. അന്യ ദൈവങ്ങളെ സേവിച്ചവരായിരുന്നു അവർ. മരം കൊണ്ടും താമ്രം കൊണ്ടും ഇരുമ്പ് കൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയ ചില ബിംബങ്ങളെ ആരാധിച്ചവരായിരുന്നു ബേൽശസ്സർ രാജാവും കൂട്ടരും. അതുകൊണ്ട് അവരുടെ ദൈവത്തിന് അവരെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, സത്യദൈവത്തെ ആരാധിക്കുന്നു എങ്കിൽ ദൈവം നമ്മളിലൂടെ പല മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരും. സ്വർഗസ്ഥനായ ദൈവം തന്റെ ആത്മാവിനെ അയച്ച് നമ്മളിൽ വസിക്കുന്നു എങ്കിൽ നമുക്ക് ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുടെ അർത്ഥം വെളിപ്പെടുത്തി തരുന്നവനാണ് നമ്മളുടെ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ഈ കൈപ്പത്തി കൊണ്ട് എഴുതിയ ആ ചുവരെഴുത്തിന്റെ അർത്ഥം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം വലിയവനാണ്. സത്യദൈവത്തിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ശൂദ്രക്കാരുടെയും മന്ത്രവാദികളുടെയും ദൈവത്തിന് ഈ സത്യം വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. സത്യദൈവത്തിന് മാത്രമേ സകല ജ്ഞാനവും അറിയുകയുള്ളൂ. ഇന്ന് നമ്മളുടെ ജീവിതത്തിനകത്ത് ഇവിടെ നിന്ന് നമുക്ക് തരുന്ന ദൈവിക സന്ദേശം ഇതാണ്. ആ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദാനിയേലിന് ദൈവം മറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തി കൊടുത്ത് ദാനിയേലിനെ മാനിച്ച് 3-ാമനാക്കിയെങ്കിൽ ഇന്ന് നമ്മൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളോട് ദൈവം മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി തന്ന അതിന്റെ പല അർത്ഥങ്ങളും ജീവിതത്തിൽ വെളിപ്പെടുത്തി തന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയി നമ്മളെ മാനിച്ച് അനുഗ്രഹിച്ച് ഉയർത്തുന്നവനാണ് ദൈവം എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.